കുംഭസാരം ബൈ രാജു ഇമ്മട്ടി. കുംഭസാരം എന്നത് ഒരു കലയാണ്. ചെറുപ്പത്തിലെ ആ കല വളർത്തിയെടുക്കാൻ കത്തോലിക്കാ സഭ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരണം എന്ന ചടങ്ങിന് മുന്നോടിയായിട്ടാണ് സംഭവം നടക്കുന്നത്. ചെയ്ത പാപം മായ്ച്ചു കളയുന്ന ആ മാന്ത്രിക വിദ്യ വേദോപദേശ ക്ലാസുകളിലാണ് പഠിപ്പിക്കുന്നത്. പാപം ചെയ്തവർക്ക് ഈ ജാലവിദ്യ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ സഭ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നതാണ് വറീദിന്റെ ലോജിക്. തന്റെ തലതിരിഞ്ഞ ചിന്തകളും കയ്യിലിരിപ്പും മൂലം സ്വഭാവ രൂപീകരണത്തിനായി വറീദിനെ വീടിനകലെയുള്ള കത്തോലിക്ക ബോർഡിംഗ് സ്കൂളിലാണ് ചേർത്തത്. അവിടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നത് നിർബന്ധമാണെങ്കിലും കുർബാന സ്വീകരിക്കുന്നത് നിർബന്ധമല്ല. എന്നാൽ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ എല്ലാ ക്രിസ്ത്യാനികളും നിർബന്ധമായും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണം എന്നതാണ് നിയമം. ഒരു മാസത്തിൽ കൂടുതൽ പാപത്തിന് ക്രെഡിറ്റ് ഫെസിലിറ്റി അനുവദിച്ചിരുന്നില്ല. സാധാരണ ദിവസങ്ങളിൽ വരി നിന്ന് അൾത്താരയ്ക്ക് അടുത്തുപോയി കുർബാന സ്വീകരിക്കുന്നതിന് പകരം മാസാദ്യ വെള്ളിയാഴ്ചകളിൽ അച്ഛൻ സിബോറിയവുമായി എല്ലാവരുടെയും അടുത്തു വന്ന് തിരുവോസ്തി നൽകും. ഓൾട്ടർ ബോയ് താടിക്കടിയിൽ പാറ്റൺ മുട്ടിക്കുമ്പോൾ അറിയാതെ നമ്മൾ വാ തുറന്ന് നാവ് നീട്ടും. അതായിരുന്നു വറീദിന്റെ കത്തോലിക്ക സഭയിലെ ആദ്യ കുർബാന സ്വീകരണം. ജനുവരി 7 ക്രിസ്മസ് ആഘോഷിച്ചിരുന്ന സുറായി സഭയിലെ അംഗമായ വറീദിന് പാപങ്ങൾ കഴുകിക്കളയാനുള്ള 501 ബാർ സോപ്പ് ഡയറക്ട് മാർക്കറ്റിംഗ് വഴി ലഭിച്ചിരുന്നു. കാൽഡിയൻസ് എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് ഡയറക്ട് കൺഫെഷൻ ടു ഗോഡ്. കത്തോലിക്ക സഭ പണ്ടു മുതൽ പാപമോചനത്തിനായുള്ള സർഫിന്റെ കച്ചവടം കുംഭസാരക്കൂട് വഴിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. സ്കൂളിലെ ഇമ്പോസിഷൻ എഴുതാൻ പാകത്തിനുള്ള ഒരു തെറ്റ് ടോക്കിംഗ് ഇൻ മലയാളം ആയിരുന്നു. ആ തെറ്റ് ചെയ്തിട്ട് കുമ്പസാരിക്കാതെ കുർബാന സ്വീകരിച്ചത് ഒരു കുറ്റമായി വറീദിനെതിരെ തന്റെ സഹപാഠി മേലധികാരിയോട് റിപ്പോർട്ട് ചെയ്തു. അടുത്ത തവണ കുർബാന സ്വീകരിക്കും മുൻപായി കുമ്പസരിക്കണമെന്ന് അധികാരി വറീദിനെ താക്കീത് ചെയ്തു. വറീദിന്റെ പ്രൈമറി ക്ലാസ് മുതലുള്ള ഉറ്റ ചങ്ങാതിയായ പായ്ക്കരി ജോസ് തന്റെ സ്വഭാവഗുണം കൊണ്ട് ബോർഡിങ്ങിൽ നേരത്തെ എത്തിച്ചേർന്നിരുന്നു. കുംഭസാരത്തിന്റെ പ്രോഗ്രാമിംഗ് സിന്റാക്സ് അറിയാതെ പരിഭ്രമിച്ച വറീദിന്റെ ആദ്യ കുംഭസാരത്തിന് ഗുരുസ്വാമിയാകാൻ പായ്ക്കരി സ്വയം തയ്യാറായി. വ്യാഴാഴ്ചകളിൽ ഊണിന് ലഭിക്കുന്ന കട്ട്ലേറ്റാണ് ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടത്. പായ്ക്കരി ജോസിന്റെ കുംഭസാര രഹസ്യത്തിന്റെ സിന്റാക്സ് താഴെ കാണും പ്രകാരമാണ്. 1. ആദ്യമായി കുംഭസാരക്കൂട്ടിനുള്ളിൽ താക്കീത് ചെയ്ത അച്ഛനല്ല എന്നുറപ്പുവരുത്തണം. 2. കുംഭസാരക്കൂടിനു മുൻപിൽ ഭയമില്ലാതെ മുട്ടുകുത്തിയ ശേഷം കുരിശ് വരയ്ക്കണം. 3. എന്നിട്ട് അച്ഛനോട് കുംഭസാരിച്ചിട്ട് ഒരാഴ്ചയായി എന്ന് പറയണം. 4. ഞാൻ മൂത്തവർ പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് പറയണം. 5. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. 6. ഞാൻ നുണ പറഞ്ഞു. വറീദ്: അങ്ങനെ പറഞ്ഞാൽ കുംഭസാരം കഴിയുമോ? പായ്ക്കരി ജോസ്: പാപങ്ങൾക്കൊരു അടുക്കവും ചിട്ടയുമുണ്ട്, നിര തെറ്റിക്കരുത്. അവസാന വാചകമാണ് നുണ പറഞ്ഞു എന്നുള്ളത്. കാരണം നീ കുംഭസാരത്തിൽ ഉടനീളം പറഞ്ഞ കള്ളങ്ങൾ വെളുപ്പിക്കുന്നത് ആ ഒറ്റ വാചകത്തിലാണ്. അല്ലെങ്കിൽ കുംഭസാരക്കൂട്ടിൽ വെച്ച് ചെയ്യുന്ന പാപക്കറ മാറ്റാൻ സാധിക്കുകയില്ല. ശരി, അടുത്ത ആഴ്ചയിലെ കട്ട്ലറ്റ് മറക്കണ്ട. പായ്ക്കരി ജോസ് പഠിപ്പിച്ച നാടകം അഭിനയിക്കാനുള്ള അനുവാദം വറീദ് തന്റെ ഉറ്റ സുഹൃത്തും ബന്ധുവുമായ ഇനാശുവിൽ നിന്ന് തേടി. ഇനാശു: പ്രായശ്ചിത്ത പ്രാർത്ഥനയെപ്പറ്റി പറയുകയും പഠിപ്പിക്കുകയും ചെയ്തില്ലേ? അതാണ് കുംഭസാരത്തിലെ വെളുത്തെടുത്ത് നായർ. പായ്ക്കരി ജോസ്: വറീദിന് പാപങ്ങൾ തന്നെ ക്രമം തെറ്റാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പരിഹാര പ്രാർത്ഥന കൂടി ചൊല്ലിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് പറഞ്ഞുറപ്പിച്ച കട്ട്ലറ്റ് മുടങ്ങും. ഇനാശു: പരിഹാര പ്രാർത്ഥന മിക്കവാറും സ്വർഗസ്ഥനായ പിതാവും കൊന്തയുമായിരിക്കും. മുഴുവൻ ചൊല്ലാൻ അറിയില്ലെങ്കിൽ പ്രാർത്ഥനയുടെ തുടക്കം മാത്രം അച്ഛൻ കേൾക്കുന്ന സ്വരത്തിൽ ചൊല്ലിയിട്ട് ബാക്കി സ്വരം താഴ്ത്തി ചൊല്ലുന്ന പോലെ അഭിനയിക്കാൻ ശ്രമിക്കണം. കുംഭസാരക്കൂട്ടിലെ അഭിനയത്തിന് വറീദിന് നല്ല നടനുള്ള അവാർഡ് ലഭിച്ചു. അഭിനയം വിജയിച്ചു എന്ന് മനസ്സിലാക്കിയ വറീദ് പലപ്പോഴായി കുംഭസരിച്ച് സർഫിൽ പാപങ്ങൾ കഴുകി കളഞ്ഞിരുന്നു. 10ൽ പഠിക്കുമ്പോഴാണ് വറീദിന് പൊടിമീശ മുളച്ച കാര്യം പുതുതായി വന്ന കോൺഫെസർ അച്ഛൻ കണ്ടുപിടിക്കുന്നത്. പതിവ് പോലെ 5ാമത്തെ പാപമായ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന് പറഞ്ഞു. കൺഫെസർ: ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? എന്താ പേര്? വറീദ്: 10ലാണ്, പേര് വറീദ്. കൺഫെസർ: വറീദിന് മീശ വന്നു തുടങ്ങിയല്ലോ. ഏതാണ് അവസാനം കണ്ട സിനിമ? വറീദ്: പൊന്നാപുരം കോട്ട, ഇക്കഴിഞ്ഞ ഓണം അവധിക്ക്. കൺഫെസർ: ആരാണ് നടി? വറീദ്: വിജയശ്രീ. കൺഫെസർ ഒരു പണിക്കരുടെ റോളിലേക്ക് മാറി. കൺഫെസർ: അപ്പോഴാ സിനിമയാണ് ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? വറീദ്: അതെ. കൺഫെസർ: പാപമോചന പ്രാർത്ഥന നിശ്ചയിക്കാനായി സിനിമയിലെ ആ രംഗവും ചെയ്ത പാപവും ഒന്ന് വിസ്തരിക്കണം. വറീദ്: ആ സിനിമ കാണുവാൻ വേണ്ടി പലചരക്ക് സാധനങ്ങൾ മേടിച്ചപ്പോൾ 2 രൂപ തിരിമറി ചെയ്തു. അതാണ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തത്. ആ സിനിമയിലെ സ്റ്റണ്ട് രംഗങ്ങൾ ഗംഭീരമായിരുന്നു. കൺഫെസർ: ഛേ, ഇതാണോ പാപം? ആ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഓരോന്ന് വിചാരിച്ചു. നീ നന്മ നിറഞ്ഞ മറ 3 തവണ ചൊല്ലിയിട്ട് പോയിക്കോളൂ. ഈ വക നിലവാരമില്ലാത്ത പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. കുംഭസാരക്കൂട്ടിലെ വൈദികന്റെ ഉപദേശം വറീദ് ശിരസാ വഹിച്ചു.
പാപങ്ങളുടെ ഘനവും നിലവാരവും ഉയർത്താൻ സ്വയം ശ്രമിച്ചു. ലംഘിക്കാൻ വേണ്ടി 10 കൽപ്പനകളും ക്രമം തെറ്റാതെ പഠിച്ചു. അതിൽ തന്നെ 6ലും 9ലും സ്പെഷ്യലൈസ് ചെയ്യാനായി മങ്ങാടിക്കുന്നിലെ ക്രിസ്തുവിന്റെ നാമധേയത്തിലുള്ള കോളേജിൽ ചേർന്നു. പ്രായം കൂടുന്നതനുസരിച്ച് കൂടുതൽ പാപഭാരം ഉയർത്തിക്കൊണ്ട് ബോഡി ബിൽഡിംഗ് പ്രാക്ടീസ് ചെയ്തു. ഡിഗ്രി കഴിയുമ്പോഴേക്കും ആളൊരു 6 പാക്ക് പാപിയായി മാറി. അതിന് വറീദിനെ സഹായിച്ചത് തന്റെ ക്ലാസ്സിലെ സുഹൃത്തുക്കളായിരുന്നു. അതിലൊന്നാമനും ചെയർമാനുമായ അലക്സിനോടാണ് വറീദിന് കടപ്പാട്. പാപത്തിന്റെ കടപ്പാട് ഒഴിവാക്കാൻ അലക്സ് കിടപ്പാടം വടക്കേ ഇന്ത്യയിലെ ഇൻഡോറിലേക്ക് മാറ്റി. അവിടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത് പാപമോചനം നേടിക്കൊണ്ടിരിക്കുകയാണ്. പാപമോചനം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വറീദ് പാപങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നത്. അതിനായി സഹപാഠിയായ കത്തനാരെയും ചട്ടം കെട്ടിയിരുന്നു. കുമ്പസാരക്കൂട്ടിലെ തന്റെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പാപങ്ങൾ കേട്ട് പലപ്പോഴും കത്തനാര് ചൂടാകുമായിരുന്നു. പാപങ്ങൾ അതിര് കടക്കുമ്പോൾ കത്തനാരെ തണുപ്പിക്കാൻ നല്ല തണുത്ത ബിയറും കയ്യിൽ കരുതിയിരുന്നു. അത്ര ആത്മബന്ധമുള്ള സഹപാഠികളുടെ സംഗമമാണ് അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നത്. ഇന്ന് അതിന്റെ സംഘാടക സമിതി ഒത്തുകൂടിയിരിക്കുകയാണ്. ആരെയും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. ആ സംഗമത്തിൽ നിന്ന് വറീദ് മുടങ്ങിയേക്കും എന്ന ഒരു അഭ്യൂഹം പടർന്നു. സ്വാഭാവികമായും സഹപാഠികൾ കത്തനാരോട് വറീദിന്റെ കാര്യം തിരക്കി. തണുത്ത ബിയറിൽ ഒതുങ്ങാത്ത പാപങ്ങളായപ്പോൾ എനിക്ക് പാപമോചനം കൊടുക്കാൻ ബുദ്ധിമുട്ടായി. ഈ നിലയ്ക്ക് പോയാൽ സ്വർഗത്തിൽ പോകാൻ നീ വേറെ വല്ല വഴിയും നോക്കേണ്ടി വരും എന്ന് കത്തനാർ ഉപദേശിച്ചു. വറീദ്: വേറെ ഏത് വഴി? ക്രിസ്തുവിന്റെ 2ാം വരവോടുകൂടിയാണ് സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നാണ് പഠിച്ചത്. കത്തനാർ: നിന്റെ സ്വഭാവത്തിന് മുണ്ടെടുത്തോട്ടെടുത്ത് പടിഞ്ഞാട്ടാണ് പോകേണ്ടത്. അവിടെ 72 ഹൂറികളുള്ള സ്വർഗമുണ്ട്. പക്ഷേ കഠിനമായ വ്രതം അനുഷ്ഠിക്കുന്ന ആണുങ്ങൾക്ക് മാത്രമേ ഗുണമുള്ളൂ. വറീദ്: ഇപ്പോൾ കുംഭമേളയുടെ അവസാന ആഴ്ചയാണ്. അവിടെ മോക്ഷപ്രാപ്തിക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞു. അവിടുന്ന് അടുത്താണ് കൈലാസം. മാനസരോവർ കൈലാസ്നാഥ് യാത്ര ഒത്തുകിട്ടിയില്ലെങ്കിൽ മേള കഴിഞ്ഞാൽ അവിടുത്തെ ടെന്റ്, മേശകസേരകൾ, ഇരുമ്പ് റോഡ്, പലഹാര വണ്ടികൾ എന്നിവ ചുളിവ് വിലയ്ക്ക് കച്ചവടമാക്കാം. എന്നിട്ട് നാട്ടിൽ വിൽക്കാം. ഏത്? അതിനിടയിൽ കുമ്പസരിക്കാൻ പറ്റിയ പാപങ്ങളാകുമ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോയത്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ബോച്ചയെ കൂട്ടിയാണ് വറീദ് മേളയ്ക്ക് പുറപ്പെട്ടത്. അവിടെ മുങ്ങിയപ്പോൾ ബോച്ചയ്ക്ക് മോണാലിസ എന്ന ഇൻഡോറിലെ മുത്തിനെ കിട്ടി. അയാൾ ഇൻഡോറിലുള്ള നമ്മുടെ അലക്സിന്റെ സഹായത്താൽ അവരെ മലയാളം പഠിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് മൊണാലിസ എന്ന ബ്രാൻഡ് വൈറലാക്കി. ജെംസ് മുട്ടായി കണ്ട് വെള്ളം മൂറിയ മറ്റു കച്ചവടക്കാർ ബോച്ചയുടെ കച്ചവട കണ്ട് കണ്ണുതള്ളി. ലക്ഷക്കണക്കിന് നാഗസന്യാസിമാരും അഘോരി ബാബമാരും മുങ്ങിയ കുംഭമേളയിൽ വറീദ് മുങ്ങിപ്പൊങ്ങിയപ്പോൾ 2 അഘോരി രത്നങ്ങളെ കണ്ടു. വറീദിന്റെ തൊട്ടടുത്ത് മുങ്ങിയ അഘോരി മാതാവ് ചഞ്ചൽനാഥ്, ഹർഷ റിചാര്യ എന്നിവരെയാണ് കണ്ടത്. ആകൃഷ്ടനായത്. അതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെ പേരെടുത്ത സന്യാസിമാരെ യൂട്യൂബിലൂടെ വൈറലാക്കാൻ വറീദ് ദക്ഷിണ വെച്ചു. തെക്കേ ഇന്ത്യയിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനായി ഇൻഡോറിൽ അലക്സിനെ ഏൽപ്പിച്ചു. അങ്ങനെ വടക്കേ ഇന്ത്യൻ രത്നങ്ങളെ അലക്സും വറീദും മലയാളത്തിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐരാമൻ: അലക്സിന് വിവരമുണ്ട്. അയാളെ എങ്ങനെയും വരുത്താം. പക്ഷെ പുതിയ ദീക്ഷയിൽ പ്രവേശിച്ച് വറീദ് നമ്മുടെ സംഗമത്തിന് മുടങ്ങുമോ? കത്തനാർ: ദീക്ഷ സ്വീകരിച്ചത് സുന്ദരി സാധ്വികളിൽ നിന്നല്ലേ? അപ്പോൾ കുമ്പസാരത്തിന് എൻ്റെ അടുത്ത് വരും. വരണം, വരാതിരിക്കില്ല. ഐരാമൻ: എന്താ വടക്കേ ഇന്ത്യയിൽ പാപമോചനം കൊടുക്കുന്ന വേറെ കത്തനാരില്ലേ? കത്തനാർ: വറീദിന്റെ വൈവിധ്യമുള്ള പാപങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം വരുന്ന നാമത്തിലുള്ള കത്തനാർ തന്നെ വേണം.